ശബരിമലയിൽ ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് നട അടയ്ക്കുകയാണ്. രാത്രി 10-ന് ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുന്നത്. 10,000-കണക്കിന് ഭക്തജനങ്ങൾ പൂജകൾ കണ്ട് തൊഴുതു. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ഈ മാസം 25-ന് വൈകിട്ട് വീണ്ടും നട തുറക്കും. ഗോകുൽ രമേശ് ചേരുന്നുണ്ട് സന്നിധാനത്തു നിന്നും. ഗോകുൽ, സ്വാമി ശരണം, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇടവമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷം ഇന്ന് രാത്രി 10 മണിക്ക് നട അടയ്ക്കുകയാണ് ഹരിവരാസനം പാടി. നല്ല തിരക്കുണ്ടായിരുന്ന ഒരു തീർത്ഥാടന കാലം കൂടിയായിരുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? രോഹിണി, അശ്വതി, സ്വാമി ശരണം. എന്തായാലും ഇടവമാസ പൂജകൾക്ക് അങ്ങനെ പരിസമാപ്തിയാവുകയാണ്. കഴിഞ്ഞ 14-ന് വൈകുന്നേരമാണ് ഇടവമാസ പൂജകൾക്കായിട്ട് ശബരിമല ക്ഷേത്ര നട തുറന്നത്. തുടർന്ന് 5 ദിവസം നീണ്ടുനിന്ന പൂജാ കാലയളവാണ്. ആ പ്രത്യേക പൂജകളൊക്കെ കണ്ടു തൊഴുന്നത് 10,000-കണക്കിന് തീർത്ഥാടകരാണ്. എന്തായാലും എല്ലാ ദിവസവും രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ ചെറിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ കാര്യമായ തിരക്കില്ല. അതുകൊണ്ട് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള തീർത്ഥാടകർക്കൊക്കെ തന്നെ സുഗമമായിട്ടുള്ള ദർശനം എന്തായാലും ഈ ഇടവമാസ പൂജാ കാലയളവിൽ ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടുകൂടി ഇടവമാസ പൂജകൾക്കൊക്കെ തന്നെ പരിസമാപ്തിയാവുകയാണ്. ഒപ്പം പടിപൂജ അടക്കമുള്ള പ്രത്യേക ചടങ്ങുകൾ ഈ 5 ദിവസവും ഉണ്ടായിരുന്നു. പടിപൂജ, കലശാഭിഷേകം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നട അടച്ചു കഴിഞ്ഞാൽ ഈ മാസം വീണ്ടും ഒരിക്കൽ കൂടി ശബരിമല ക്ഷേത്ര നട തുറക്കുന്നുണ്ട്. അത് പ്രതിഷ്ഠാദിന ഉത്സവത്തിന് വേണ്ടിയിട്ടാണ്. ഇടവമാസത്തിലെ അത്തം നാളിലാണ് അയ്യപ്പൻ്റെ ഇപ്പോഴുള്ള ഈ പഞ്ചലോക വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസം. ആ ദിവസം എല്ലാ വർഷവും പ്രത്യേക പൂജകൾ ശബരിമലയിൽ നടക്കാറുണ്ട്. എന്തായാലും ഈ വർഷം അത് ഈ മാസം 25-നായിട്ടാണ് ഈ പ്രതിഷ്ഠാദിന ഉത്സവങ്ങൾക്കായിട്ട് ശബരിമല ക്ഷേത്ര നട തുറക്കുക. 25-ന് വൈകിട്ടാണ് തുറക്കുന്നത്. പിന്നീട് 26-ാം തീയതിയാണ് ഈ അത്തം നാൾ വരുന്നത്. 26-ാം തീയതിയാണ് പ്രതിഷ്ഠാദിന പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നത്. അന്ന് ഉദയാസ്തമന പൂജ അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ, പൂജകളൊക്കെ തന്നെയുണ്ട്. എന്തായാലും ആ ഒരു ദിവസം കൂടി ശബരിമല അയ്യപ്പനെ കണ്ടു തൊഴുവാനായിട്ടുള്ള അവസരം വിശ്വാസികൾക്കുണ്ട്, ഭക്തർക്കുണ്ട് എന്നുള്ളതാണ് ഈ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇന്നിപ്പോൾ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ കാര്യമായിട്ടുള്ള തിരക്കില്ലെങ്കിൽ പോലും ഈ അത്യാവശ്യം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും 18-ാം പടിയൊക്കെ സുഗമമായിട്ട് തീർത്ഥാടകർക്ക് കയറി അയ്യപ്പ ദർശനം വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാലയളവിൽ ഈ 5 ദിവസം നീണ്ടുനിന്ന പൂജാവേളയിൽ 10,000-കണക്കിന് തീർത്ഥാടകർ എന്തായാലും ദർശന സുഹൃതം നുകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇപ്പോൾ നെയ്യഭിഷേകം അടക്കമുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കലശാഭിഷേക ചടങ്ങുകളുണ്ട്. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം വൈകിട്ട് ദീപാരാധന, തുടർന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഇടവമാസ പൂജകൾക്ക് പൂർണ്ണമായിട്ടും പരിസമാപ്തിയാകും. രോഹിണി, ശരി. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഇടവമാസ പൂജകൾക്കായി നട തുറന്ന ശബരിമല ഇന്ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കുകയാണ്.